അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ അപ്പൊ ഇന്നലെ നമ്മള് ബദർ പഠിച്ചു അല്ലേ? ബ എന്ന അക്ഷരം പഠിച്ചു. ബ എന്ന അക്ഷരത്തിന് എത്ര പുള്ളിയുണ്ട്? പറ പറ പറ. ഒരു പുള്ളി അല്ലേ? താഴെയാണോ മേലെയാണോ? താഴെ ഒരു പുള്ളി അല്ലേ? അതാണ് ബദർ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. നഖ്റഉ വായിക്കാം. വായിക്കണ്ടേ? വായിക്കണം. ഈ ബാ ഉണ്ടല്ലോ, അബു എന്ന് പറഞ്ഞപ്പോ നമ്മൾ കാണല് തുടങ്ങിയ അക്ഷരാണത്. അപ്പൊ നമുക്ക് നഖ്റ വായിക്കാം അല്ലേ? 3 കൊടുത്തിട്ടുണ്ട് അല്ലേ വായിക്കാന്? പച്ച കളറില്. ആ എന്താണ് ഗ്രീൻ കളറിൽ എഴുതിയത്? ഒന്നെന്താണ്? അതെല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. പറ പറ. ആ അടുത്ത എന്താണ്? ബുൻ. ബു എന്നല്ല, ബുൻ. അടുത്തതോ? അ ബുൻ, അബുൻ. അടുത്തത് നലഉ ദായിറത്തൻ നലബ. ബാഇനെ നമ്മൾ ഇങ്ങനെ വട്ടം വരക്കണം, വൃത്തം വരക്കണം, സർക്കിൾ വരക്കണം. നിങ്ങൾ വരക്കൂലേ? വരക്കും. എന്നാ നോക്കുക, നമ്മൾ വായിച്ചു നോക്കുക. നോക്കട്ടോ, ഈ അക്ഷരം ഇങ്ങനെ കാണാന്നറിയോ? ഒരു പുള്ളി നോക്കുക ആദ്യം. ഒരു പുള്ളി ഉണ്ടോന്ന് താഴെ നോക്കാം. ജബലുൻ, ജബലുൻ. കണ്ടോ? അതിന്റെ നടുവിൽ ഭാഗം ഉണ്ടോ? എല്ലാരും പെൻസിൽ എടുത്തോ? വേഗം എടുക്ക്. എടുത്ത്. ഇനി ആ ബാ എന്നുള്ളതിന് ഇങ്ങനെ ഒരു വൃത്തം വരച്ചോ? വൃത്തൊക്കെ വളഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലേ? അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ആ ബാ എന്നുള്ള അക്ഷരം കാണണം, അതാണ് പ്രധാനം. അടുത്തത് നോക്കേ. ബുഖ്ലുൻ, ബുഖ്ലുൻ. ബു കണ്ടോ? അതിന് വൃത്തം വരക്കണോ? അടുത്തത് ബിഉറുൻ, ബിഉറുൻ, ബിഉറുൻ. ബി കണ്ടോ? അതിന് വൃത്തം വരക്കണോ? അടുത്തത് അബ്ദുൻ, അബ്ദുൻ, അബ്ദുൻ. എവിടെ ബായ്? നടുവിൽ വന്നിട്ടുണ്ട് അല്ലേ? വൃത്തം വരക്കണോ? അടുത്തത് ജൈബുൻ, ജൈബുൻ. അവസാനം. അതിന് മുമ്പുള്ള ബാണോ? അല്ല, അതിന് 2 പുള്ളിയുണ്ട്. ഒരു പുള്ളിയേ ഉണ്ടാവുള്ളൂ ബായിന്. അപ്പൊ എവിടെ ബായ്? അവസാനം. ജൈബുൻ. കണ്ടോ? ആ വൃത്തം, ആ ബായിന് നിങ്ങൾ സർക്കിൾ വരച്ചോ? നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഇനി എന്താ അതിന്റെ അടിയില്? ഒരു വാഹനം പോകുന്നുണ്ടല്ലോ, പുകയൊക്കെ കാണുന്നുണ്ടല്ലോ, ട്രാക്ടറിന്റെ മോഡൽ ഉണ്ടല്ലോ. എന്താണത്? നഉദ്ദുബ. ഇതില് ബാഇനെ നമ്മളൊന്ന് എണ്ണും. നിങ്ങൾ റെഡിയല്ലേ? ഓരോ തുമ്പിലും കണ്ടേ. ബ ബ ബ ബ ബ. ഇനി എണ്ണേ. 1 2 3 4 5. 1 2 3 4 5. എത്ര ബാവുണ്ട്? 5 ബാവുണ്ട് അല്ലേ? ഇനി നമുക്ക് നുലവിൻ, കളറ് കൊടുക്കാം. കളറൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ? ഉണ്ടല്ലേ? നമുക്ക് കളർ കൊടുക്കാം. 3 കളർ കൊടുക്കണം. ബ ബ ബ. എന്നിട്ട് നമുക്ക് നന്നായി ബാ എഴുതണം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് വരാം. നെർസുമോ. എന്താ നെർസും എന്ന് പറഞ്ഞാൽ? നെർസും എന്ന് പറഞ്ഞാൽ എന്താ? വരക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ അല്ലെ, അതിന്റെ മേലെ കൂടെ വരച്ചാ മതി. നോക്ക. ബ ബ ബ ബ ബ ബ. അപ്പം മുകളിലൂടെ വരക്കുക. അടുത്ത നെക്തുബ്. നമുക്ക് എഴുതാം. എന്താണ്? ബ ബു ബി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. താഴേന്ന് മേലോട്ടാണ് എഴുതി വരിക അല്ലേ? 1 അടിയിലാണ്. അങ്ങനെ ബ, പിന്നെ ബു, പിന്നെ ബി. നമുക്ക് നോക്കി എഴുതാം. ഇനി നക്തശിഫു ബ മിനൽ ഖുർആനി. ഖുർആനിൽ നിന്ന് ബ നമുക്ക് കണ്ടെത്താം. കയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പതുക്കൊന്നും ഇങ്ങനെ നോക്ക്. ബ അല്ലേ? താഴെ ഒരു പുള്ളി ഉണ്ടാവുള്ളൂ കേട്ടോ. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം.
അതിൽ എത്ര ബാ ഉണ്ട്? വജിനുബ് ബ കണ്ടോ? ബ കണ്ടോ? നബു കണ്ടോ? 3 ബാ ഉണ്ട്. അത് നിങ്ങളുടെ ഉമ്മച്ചിയുടെ ഒരു സഹായം കൂടി തേടണം, എന്നാലേ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ആ ബാ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കണം, ഉപ്പാക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. കാണിച്ചു കൊടുക്കൂലേ? അപ്പൊ ഇൻഷാ അല്ലാ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.